പ്രവാചകന്റെ മരണത്തോടുകൂടി അവിടെ എന്ത് സംഭവിച്ചു? പ്രവാചകൻ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് മറവ് ചെയ്യാൻ പോലും ആളില്ലാതെ മയ്യത്ത് 2-3 ദിവസം അനാഥമായി കിടന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. കാരണം അദ്ദേഹം മരിച്ച ഉടനെ സ്വന്തം കുടുംബത്തിലുള്ളവരും അനുയായികളുമായിട്ടുള്ള ആളുകൾ പരസ്പരം അധികാരത്തിന് വേണ്ടിയുള്ള കലാപവും അതിനു വേണ്ടിയിട്ടുള്ള അടിപിടിയും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാലോചനകളും ഗൂഢാലോചനകളുമായിട്ട് നാനാഭാഗത്തും കൂട്ടം കൂടി പ്രവാചകന്റെ മയ്യത്ത് ഖബറടക്കാൻ പോലും ആളില്ലാതെ കിടന്നു എന്നതാണ് പറയുന്നത്. അവിടെ അപ്പോൾ പ്രവാചകന്റെ മരണത്തോടു കൂടി ദുരന്തങ്ങളുടെ പരമ്പര ആരംഭിക്കുകയാണ്. അങ്ങനെ ആ ഗൂഢാലോചനയുടെയൊക്കെ ഫലമായിട്ട് അബൂബക്കർ, ആയിഷയുടെ ബാപ്പയായ അബൂബക്കർ ആദ്യത്തെ ഖലീഫയാകുന്നു. ആദ്യത്തെ ഖലീഫയാകുന്നതോടുകൂടി അബൂബക്കർ ഖലീഫയാകുന്നതോടുകൂടി അലി ശപഥം ചെയ്ത് ജീവിതത്തിൽ നിന്ന് പിന്മാറി അദ്ദേഹം വീട്ടിൽ ഒതുങ്ങുന്നു. ഞാൻ പുറത്തിറങ്ങുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശപഥം ചെയ്തുകൊണ്ട് വീട്ടിലൊതുങ്ങുകയും വീട്ടിലിരുന്നു കൊണ്ട് ഈ ഖലീഫയുടെ ഭരണകാലം കഴിയുന്നത് വരെ ഖുർആൻ ക്രോഡീകരണവുമായിട്ട് സ്വന്തം വീട്ടിൽ അതിലടച്ചിരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അലി. അതോടൊപ്പം ഈ ആയിഷയും അലിയും തമ്മിൽ ഈ പ്രവാചകന്റെ മരണത്തോടു കൂടി തന്നെ അവർ നേരത്തെ ഉണ്ടായിരുന്ന പിണക്കം ഭീകരമായ വിധത്തിൽ വർദ്ധിക്കുകയും അവർ തമ്മിൽ തെറ്റിപ്പിരിയുകയും ചെയ്തു. ആ തെറ്റിപ്പിരിയൽ ഇസ്ലാം ചരിത്രത്തിൽ ഒരുപാട് വലിയ ദുരന്തങ്ങൾക്ക് ആ കാലത്ത് തന്നെ കാരണമായിട്ടുണ്ട്. അലിയും ആയിഷയും തമ്മിൽ പിന്നീട് വലിയ ഘോരമായ യുദ്ധം നടന്നിട്ടുണ്ട്. ജമൽ യുദ്ധം എന്ന് പറയുന്ന യുദ്ധത്തിൽ മുസ്ലിങ്ങൾ 2 വിഭാഗമായി അണിചേർന്നുകൊണ്ട് നടന്ന ആ ഘോര യുദ്ധത്തിൽ 10,000-കണക്കിന് സത്യവിശ്വാസികൾ ഇരുപക്ഷത്തും മരിച്ചു വീണു എന്നാണ് ചരിത്രം. അവസാനം ആയിഷ കൊല്ലപ്പെടുമെന്ന ഒരവസ്ഥ വന്നപ്പോൾ അലി ഔദാര്യം കാണിച്ച് ആയിഷയെ വിട്ടയച്ചു അതാണ് ആ യുദ്ധത്തിന്റെ ക്ലൈമാക്സ് ആയിട്ട് പറയുന്നത്. അങ്ങനെ ആയിഷയും അലിയും തമ്മിലുള്ള ഈ പകയുടെ ഭാഗമായിട്ട് തന്നെ ആയിഷയുടെ ആളുകൾ എന്ന് പറയപ്പെടുന്ന ഒരു സംഘം ആളുകൾ അലിയുടെ വീട് ആക്രമിക്കുകയും വീടിന് തീവെക്കുകയും ചെയ്തു. ആ തീവെപ്പിൽ ഫാത്തിമയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഫാത്തിമ ഏതാനും ദിവസം മാത്രം പിന്നീട് ജീവിക്കുകയും ആ പരിക്കിനെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. ഫാത്തിമ ഒരു രാത്രിയിൽ അലിയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് കിടന്ന് മരിക്കുന്നത്. മരിക്കുമ്പോൾ മരണമൊഴിയായിട്ട് ഫാത്തിമ പറയുന്ന ഒരു കാര്യം നഹ്ജുൽ ബലാഗ എന്ന ഷിയാക്കളുടെ പുസ്തകത്തിൽ ഉദ്ധരിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ രാത്രി മരണപ്പെട്ടാൽ നേരം പുലരും മുമ്പ് എൻ്റെ ശവം മറവ് ചെയ്യണം എന്ന് അലിയോട് ഫാത്തിമ നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി തന്നെ അലി സ്വന്തമായി കുഴിയെടുത്തിട്ട് ഫാത്തിമയെ മറവ് ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം മറ്റാരെയും എൻ്റെ ശവം പോലും കാണിക്കരുത് എന്ന നിർദ്ദേശമാണ് ഫാത്തിമ മരണമൊഴിയായിട്ട് പറയുന്നത്. ഫാത്തിമ എന്ന പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രി, ഈ മുബാഹലക്ക് പ്രവാചകൻ കൂട്ടിക്കൊണ്ടുവന്ന പുത്രി അതിദാരുണമായി മുസ്ലിങ്ങളാൽ തന്നെ കൊല്ലപ്പെടുന്നു. അത് കഴിഞ്ഞ് പിന്നെ അബൂബക്കറിന്റെ ഭരണകാലം കഴിഞ്ഞ് ഉമ്മറിന്റെ ഭരണം വരുന്നു. ഉമ്മർ മുസ്ലിങ്ങളാൽ തന്നെ ദാരുണമാം വിധം കൊല്ലപ്പെടുന്നു. അടുത്ത ദുരന്തം. ഉമ്മറിന്റെ ഭരണം കഴിഞ്ഞ് ഉസ്മാൻ വരുന്നു. ഉസ്മാന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ വലിയ സംഘർഷങ്ങൾക്കും ഗ്രൂപ്പിസത്തിനും വഴക്കുകൾക്കും കാരണമാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സഹാബികളിൽ തന്നെ ഒരു വിഭാഗം ഈ ഖലീഫ ഉസ്മാന്റെ വീട് വളഞ്ഞ് ഉപരോധിച്ച് അദ്ദേഹത്തെ വീട്ടിനകത്തിട്ട് വെട്ടിക്കൊല്ലുന്നു. അടുത്ത ദുരന്തം. അങ്ങനെ ഉസ്മാന്റെ ഭരണശേഷം പിന്നെ അപ്പോഴേക്കും അലിയുടെ പക്ഷമൊക്കെ വളരെ ദുർബലമായിരുന്നു. ആ ദുർബലമായൊരു പക്ഷത്തെ വെച്ചുകൊണ്ട് അലി 4ാം ഖലീഫയായിട്ട് വരുന്നുണ്ടെങ്കിലും അലിക്ക് പക്ഷേ ഒരു ഖലീഫ എന്ന നിലക്ക് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലക്ക് തുടരാനുള്ള യാതൊരു സാഹചര്യം അപ്പോഴേക്കും ഇല്ലാതായി കഴിഞ്ഞിരുന്നു. കാരണം അപ്പോഴേക്കും അബൂ സുഫിയാൻ എന്ന് പറയുന്ന പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന, നേരത്തെ പ്രവാചകൻ ഖുർആനിലൂടെ നിങ്ങൾ അബുത്തറാവാൻ പോകുന്നു, കുറ്റിയേറ്റവരാവാൻ പോകുന്നു എന്ന് അധിക്ഷേപിച്ച ഖുറൈശികളുടെ പ്രമാണിമാരിലെ തലവനായിരുന്ന അബൂ സുഫിയാനും അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളും അപ്പോഴേക്കും ഇസ്ലാമിനെ തന്നെ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവരായിരുന്നു പിന്നീട് ഇസ്ലാമില് ഡോമിനേറ്റ് ചെയ്ത വിഭാഗമായി വളർന്നത്. അവർ പിന്നെ അലിയെ ഭരിക്കാൻ അനുവദിച്ചില്ല. അതിദാരുണമായി അലിയും കൊല്ലപ്പെടുന്നു. അലി കൊല്ലപ്പെടുന്നു. അധികം താമസിയാതെ അലിയുടെ മക്കൾ 2 അതിൻ്റെ ഇടയ്ക്ക് കൊല്ലപ്പെടുന്നു. അലിയുടെ ഹസനെയും ഹുസൈനെയും ചരിത്രം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അതിഭീകരമായ രീതിയിൽ കഴുത്തറുത്ത് കൊല്ലുകയും തല കുന്തത്തിൽ
എത്തി ബസ്രയിലേക്കും ഘോഷയാത്ര നടത്തുകയും ചെയ്തു. അബൂ സുഫിയാന്റെ മക്കളും അവരോടൊപ്പം ഉള്ളവരും ചേർന്നിട്ട്. അങ്ങനെ മുഹമ്മദ് നബി ഖുർആനിലൂടെ കുറ്റിയറ്റവരാവാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച, അധിക്ഷേപിച്ച ഈ ഖുറൈശി പ്രമാണിമാരായ മുഹമ്മദിന്റെ ശത്രുക്കളായിരുന്ന അബൂ സുഫിയാനും അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളും ഈ ഇസ്ലാമിനെ തന്നെ സ്വന്തം പോക്കറ്റിലാക്കുകയും മുഹമ്മദ് നബിയുടെ കുടുംബത്തെ പൂർണ്ണമായും കുറ്റിയറുത്ത് കളയുകയും ചെയ്യുന്നു. അങ്ങനെ കുറ്റിയറ്റുപോയ മുഹമ്മദ് നബിയുടെ കുടുംബവും പാരമ്പര്യവും ആണ് യഥാർത്ഥത്തിൽ ഇസ്ലാമായി ലോകത്ത് നിലനിൽക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ കുറ്റിയിൽ നിന്നും ഒരു കാര്യമായ നാമ്പൊന്നും കിളർത്തില്ല. ആ വേര് എവിടെയും പച്ച പിടിച്ചില്ല. അതിന്ന് മുസ്ലിങ്ങളിൽ ഒരു 10% താഴെ മാത്രം ഷിയ വിഭാഗം എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമായിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും നിലനിൽക്കുന്നു. ബാക്കി 90% വരുന്ന ലോകത്തു നിന്നുള്ള മുസ്ലിങ്ങൾ മുഴുവനും പ്രവാചകന്റെ കുടുംബത്തെയും പ്രവാചകന്റെ പാരമ്പര്യത്തെയും കുറ്റിയറുത്തുകൊണ്ട് വേരറുത്തുകൊണ്ട് വിജയം കൈവരിച്ച അബൂ സുഫിയാന്റെ സന്തതികളുടെ നേതൃത്വത്തിൽ വളർന്നിട്ടുള്ള ഇസ്ലാമാണ് ഇന്ന് നിലനിൽക്കുന്ന 90% വരുന്ന സുന്നി ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ വേര് പിടിച്ചത് അബൂ സുഫിയാനും സന്തതികളും, വേരറ്റുപോയത് പ്രവാചകന്റെ കുടുംബവും പാരമ്പര്യവും. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഇനി നിങ്ങൾ